മേടം രാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസം 14-ാം തീയതിയോടുകൂടി തന്നെ വ്യാഴൻ്റേതായ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഴൻ്റേതായ മാറ്റം വളരെയധികം നന്മകളൊക്കെ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഗുരുവിൻ്റേതായ ദൃഷ്ടി പതിയുന്നത് എവിടെയോ ആ ഒരു ഭാവത്തിനനുസരിച്ചായിരിക്കും ഈ രാശികൾക്കൊക്കെയും ഫലം ലഭിക്കുക. ഗുരു ദൃഷ്ടി നല്ല സ്ഥാനത്താണ് പതിയുന്നത് എങ്കിൽ കോടി നന്മകളെന്നാണ് പറയുന്നത്. അതായത് ഗുരു എപ്പോഴും തന്നെ ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിനെയോ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല എന്ന് തന്നെയാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. എന്നാൽ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഇടത്താണ് അദ്ദേഹം സ്ഥാനം കണ്ടെത്തിയിരുന്നത്. അതായത് ഇടവം രാശിയോ ആ ഒരു രാശിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമായിരുന്നത്. ഇടവം രാശി എന്ന് പറയുമ്പോൾ തന്നെ ശുക്രൻ്റേതായ ആധിപത്യത്തിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ അദ്ദേഹം വളരെ ഏറെ ശ്രമകരമായ രീതിയിൽ തന്നെയാണ് ആ ഒരു രാശിക്കുള്ളിൽ നിലകൊണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ സഹായിച്ചിട്ടുമുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ മേടം രാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്കാണ്. അപ്പോൾ നിങ്ങളുടേതായ മേടം രാശിയിൽ വച്ച് നോക്കുമ്പോൾ ആ ഒരു ഭാവം 5, 7, 9 ഭാവങ്ങൾ നിങ്ങൾക്ക് നല്ലതാണോ മോശമാണോ എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. ഇവിടെ മേടം രാശിക്കാർക്ക് വളരെ നിർണായകമായ വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ശനിയുടെ മാറ്റം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെയും ഒപ്പം വ്യാഴൻ്റെ മാറ്റവും ഈ 3 വീഡിയോയും നിങ്ങൾക്ക് വളരെ അധികം വിലപ്പെട്ട വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ മേടം രാശിയുടെ 3-ാം ഭാവമായ മിഥുനം രാശിയിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അപ്പോൾ മിഥുനം രാശി ബുധൻ്റെ വീടാണ്. അപ്പോൾ വ്യാഴനും ബുധനും കൂടി ഒരിടത്ത് വന്നാൽ സരസ്വതി യോഗമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ അവിടെ സരസ്വതി യോഗം വരുന്നു എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ വരുന്ന ഈ വ്യാഴൻ അത്രത്തോളം നല്ലത് അല്ല എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കാരണം മേടം രാശിക്ക് അത് നന്മകളൊക്കെ ചെയ്യുന്ന ഒരു ഭാവമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ ഞാൻ പറയുന്നുണ്ട്. മറ്റൊരാൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. അതായത് ബേസ് ഒന്നാണെങ്കിലും ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യങ്ങളിലും നമുക്ക് ഒരു വ്യക്തതയായി കേട്ട് മനസ്സിലാക്കേണ്ടത് ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നിലവിൽ മേടം രാശിയുടേതായ 3-ാം ഭാവം വ്യാഴൻ നിൽക്കുന്നത് അനുകൂലമായ ഭാവമല്ല, പക്ഷേ ദൃഷ്ടിക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 3-ാം ഭാവത്തിലെ ഈ വ്യാഴൻ്റേതായൊരു പ്രത്യേകത നിങ്ങൾക്ക്, അതായത് പ്രയത്നത്തിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു ഭാവം കൂടിയാണ്. അതുപോലെ തന്നെ രോഗങ്ങളുടേത്, അത് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാം. 6-ാം ഭാവം രോഗമാണെങ്കിൽ തന്നെയും ഇവിടെ 3-ാം ഭാവം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ എന്ത് ഒരു കാര്യത്തിലും തൊഴിൽപരമായ കാര്യങ്ങളാണെങ്കിൽ ശരി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ശനിയുടേതായ ആ ഒരു പ്രഭാവം കൂടി അവിടെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിലും അനുകൂലിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. അപ്പോൾ കുറച്ച് യാത്രകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് 2 or 3 തവണ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും ഇവിടെ 3-ാം ഭാവത്തിലെ വ്യാഴൻ നിങ്ങൾക്ക് ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ശനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും തന്നെ പാടുള്ളതല്ല. കാരണം ഇവിടെ ഗുരുവിന് വ്യാഴത്തിന് യാതൊരു ഒരു കാര്യങ്ങളും ചെയ്തു തരാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുകയേ ഉള്ളൂ. അപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കി സാവകാശം ചിന്തിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വിജയം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇരിക്കുന്ന ഇടത്ത് നല്ല ഉന്നതമായ ഒരു പൊസിഷനിങ് എത്താനും സമ്പത്തുപരമായ രീതിയിലൊക്കെ മുന്നിലേക്ക് വരുവാനും കുടുംബപരമായ അന്തരീക്ഷത്തേക്ക് സന്തോഷത്തോടുകൂടി കൊണ്ടുപോകുവാനും കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമാധാനപൂർവമായ ചിന്തകളിലൂടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ
നിങ്ങൾക്ക് വിജയമുണ്ടാക്കാം. മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ഒരു മെഡിസിൻ സംബന്ധപ്പെട്ട ഇടത്തൊക്കെ ഇരിക്കുകയാണെങ്കിലുമൊക്കെ നിങ്ങൾ വളരെ അധികം, അതായത് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റൊക്കെ ആണെങ്കിൽ എടുത്ത് ചാടിയുള്ള പെട്ടെന്നുള്ള മറുപടികൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇതൊക്കെ വിനയായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് സമാധാനപൂർവ്വം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വ്യാഴൻ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ 5-ാം ഭാവമായിട്ട് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ നിങ്ങളുടെ രാശിക്ക് 7-ാം ഭാവമായിട്ടാണ് അത് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിവാഹമൊക്കെ കാലതാമസമായിരുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അതുപോലെ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെയും മുന്നേറ്റത്തിനുള്ള പാതകളും അവിടെ തുറക്കുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാം. തൊഴിൽപരമായ ഇടങ്ങളിൽ അകാരണമായി പഴിയൊക്കെ ചുമത്തി നിങ്ങളെ ഒതുക്കി വച്ചിരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വരുന്ന കാലഘട്ടത്തിൽ അതൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് നിങ്ങളുടെ പേരിലല്ലായിരുന്നു കുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, മറ്റൊരു വ്യക്തിയിലൂടെയാണ് അത് വന്നത് എന്ന ചിന്ത മറ്റുള്ളവർക്ക് വരികയും അതിന് കണ്ടെത്തലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും അവിടെ നിങ്ങൾക്ക് പഴയ പേരും പ്രതാപവും ഒക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ കളങ്കം അവിടെ തീർത്ത് തരുമെന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ്, അതായത് കിട്ടാനുള്ളത് കിട്ടിയില്ല എന്ന രീതിയിലാണെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ട്. നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വരുന്ന സാഹചര്യം ഉണ്ടാവും. അടുത്തതായി വ്യാഴൻ 9-ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി പതിക്കുന്നത്. അപ്പോൾ ഈ 9-ാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രാശിയുടെ 11-ാം ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ടും രാഷ്ട്രീയപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും വിജയം ലഭിക്കുകയും അവരുടേതായ കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും. പിന്തള്ളപ്പെട്ടിരുന്ന ഇടത്തു നിന്നും അവരെ മുന്നിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരിക്കും വ്യാഴൻ ചെയ്യുക. ഈ പറഞ്ഞതൊക്കെയും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എവിടെ പതിയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എന്നാൽ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു ആ സ്ഥാനത്തിൻ്റേതായ ആ ഒരു ഇടത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപാരമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ശ്രദ്ധാപൂർവം ചെയ്യാതെ റെക്കോർഡിക്കലായിട്ട് ഒരു കാര്യങ്ങളും സൂക്ഷിക്കാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഗുരു നിങ്ങൾക്ക് 10 മടങ്ങ് പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലൂടെ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം. കുടുംബപരമായ അന്തരീക്ഷങ്ങളും അവിടെ കലുഷിതമായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇരിക്കുന്ന വീട് വരെ വിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. എല്ലാം റെക്കോർഡിക്കലായിട്ട് സൈലൻ്റായ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക. അതായത് പരിശ്രമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ്. അതായത് ഒരു കാര്യം ജോലിക്ക് പോയി അതവിടെ നമുക്ക് ലഭിച്ചില്ല എന്നൊരു കാരണം കൊണ്ട് നമ്മളത് പിൻവാങ്ങാൻ പാടുള്ളത് 2, 3, 4, 5 തവണയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രയത്നത്തിനായിട്ട് മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മനോഭാവമുണ്ടോ എന്ന് ഇദ്ദേഹം പരീക്ഷിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മനസ്സറിയാത്ത കാര്യത്തിനാണ് പഴി കേൾക്കുന്നതെങ്കിലും നിങ്ങൾ അതിനെ നികത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്നും കൂടി പറയേണ്ടതുണ്ട്. സമ്പത്തുപരമായ കാര്യത്തിൽ പുറമേ എന്തെങ്കിലുമൊക്കെ സമ്പത്തുണ്ടെങ്കിൽ ആ പണമൊക്കെ തിരിച്ചു വരാത്ത സാഹചര്യമായിരിക്കും നിലവിലുള്ളത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ 4, 5 തവണ എടുക്കുന്ന ആ ഒരു പ്രയത്നം നിങ്ങൾക്കതിനെ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കും. വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും ഈ വ്യാഴൻ നിങ്ങൾക്ക് നൽകുന്നത് തന്നെയാണ്. അപ്പോൾ ഒരല്പം അവിടെ പോയിരുന്നാലും പരിശ്രമങ്ങൾ ഈ പറഞ്ഞ അവസ്ഥയിൽ തന്നെയാവും. പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ അനുകൂലമാക്കി തരും. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യത്തിലൂടെ മാത്രമായിരിക്കും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, നമ്മൾ എടുക്കുന്ന എഫേർട്ട് കൂടും എന്ന് മാത്രം. അതുപോലെ കുടുംബപരമായ അന്തരീക്ഷത്തിൽ വാക്ക് തർക്കങ്ങളും പിണക്കങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഈ വരുന്ന കാലഘട്ടത്തിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ അതൊക്കെ തന്നെ ശരിയായ രീതിയിൽ മാർഗത്തിലൂടെ മുന്നിലേക്ക് വരുന്നതും അതവിടെ നല്ല രീതിയിൽ പോകുന്ന സാഹചര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഈ വ്യാഴത്തിൻ്റേതായ ഈ ഒരു ഭാവം വച്ചിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ശനി അവിടെ അദ്ദേഹത്തിൻ്റേതായ ആ ഒരു സ്ഥാനത്ത്, അതായത് നിങ്ങളുടേത് രാശിക്ക് 12-ലാണ് ശനി നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ പ്രഭാവം പൂർണ്ണമായിട്ടും അവിടെ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്തും
വളരെ സ്ലോ ആയിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് നടന്നു കിട്ടുക. അതുകൊണ്ട് തന്നെ ഒന്നും നടക്കില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ശനിയാണല്ലോ 7-2 ശനിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ മെയ് മാസം നടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ജൂൺ മാസം 30-നുള്ളിൽ അത് നടന്നു കിട്ടുമെന്ന് പൂർണ്ണമായ ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ഇറങ്ങുവാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3, 4, 5 പ്രാവശ്യം നിങ്ങളെ അതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടും നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതിന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും പരിപൂർണമായ വിജയമുണ്ടാകും. കാരണം ഇതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് എന്ത് കാര്യവും നനച്ച സമയത്ത് നടന്നു കിട്ടിയെങ്കിൽ ഇപ്പോൾ അങ്ങനെ നടക്കില്ല എന്നതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചത് നടക്കാതെ നിങ്ങൾക്കത് ലഭിക്കില്ല എന്നല്ല, പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും, കാലതാമസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റേതായ ഈ ഒരു ഭാവം നിങ്ങൾക്ക് വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ചെയ്യില്ല. എന്നാൽ രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങൾ വരുമ്പോൾ ഇവരുടേതായ 2 മനോഭാവങ്ങളെ ഫാസ്റ്റാക്കി മൂവ്മെൻറ്റ് ചെയ്തു തരും. അപ്പോൾ രാഹു കേതു ഇതുപോലെ 5 തവണ രാഹു ഒരു കാര്യത്തിന് ഈ വ്യാഴൻ 5 തവണ ഒരു കാര്യത്തിന് നിങ്ങളെ മുന്നിലേക്ക് നടക്കാൻ പ്രാപ്തമാക്കുകയാണെങ്കിൽ രാഹു അതിനെ 2ാം തവണ അതിനെ ശരിയാക്കി തരുന്ന അല്ലെങ്കിൽ നിവർത്തി ചെയ്ത് തരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ 14-ാം തീയതി വ്യാഴൻ്റെ മാറ്റവും 18-ാം തീയതി രാഹുവിൻ്റെ മാറ്റവുമാണ്. ഇത് വന്ന ഉടൻ അത് ലഭിക്കണമെന്ന് വിചാരിച്ചാൽ അത് ലഭിക്കില്ല. ഏതാണ്ട് 1 മാസത്തോളം കഴിയണം ഇവരുടേതായ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വരുവാനാണ്. അപ്പം സ്വന്തം മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നിടത്തോളം നമുക്ക് ഇവരുടെ പ്രവർത്തനം വളരെയധികം മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം ശനിയുടേതായ മാറ്റത്തിനെയും വ്യാഴത്തിൻ്റേതായ മാറ്റത്തിനെയും അവർ അവിടെ ഡിലേ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്കുണ്ടാക്കുന്ന കുറവുകളെ രാഹു കേതു അവിടെ ബൂസ്റ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിജയത്തിൻ്റെ പാത തുറന്നു തരും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ശനി, രാഹു, കേതു എന്നീ വീഡിയോയും അതുപോലെ തന്നെ ഈ വ്യാഴൻ്റെ വീഡിയോയും പൂർണ്ണമായി തന്നെ കേൾക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ ഒരു വഴിയും മാർഗവും തുറക്കുക. ഇതിവിടെ മേടം ലഗ്നമായാലും രാശിയായാലും ഇവിടെ തുല്യഫലമായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭം.